മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നൊരു വാട്ടൈറ്റ് ഡേ ആട്ടോ, അല്ലെങ്കിൽ വാട്ടൈ കുക്ക് നീറ്റിൻ്റെ ഇടയാണ് ഇന്നത്തെ വീട്. രാവിലെ അച്ഛനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ എനിക്ക് എന്താ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ആലോചിക്കണേ. ഞാൻ വിചാരിച്ചു പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന്. ഇന്നലെ ഞാൻ മറ്റേ മസ്ക ബണ്ണില്ലേ, ബൺ മസ്ക, അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. ബൺ മസ്കയുടെ ആ ഒരു ക്രീം കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടി കൂട്ടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഉച്ചക്കത്തേക്കുള്ള മീനൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ചെമ്മിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മിക്കവാറും ചെമ്മി കറി വെക്കുകയും ചെയ്യും, കുറച്ചെടുത്ത് പൊരിക്കുകയും ചെയ്യും. കാരണം ഞാൻ അച്ഛന് മാത്രമല്ലേ ഉള്ളൂ. ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ഞാൻ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം 10:30 ആവാറായിട്ടുണ്ട്. പക്ഷേ ഈ സമയം വരെ ഞാൻ എൻ്റെ വീടിൻ്റെ കർട്ടൻ പോലും എനിക്ക് താത്തിട്ടിട്ടില്ല. സംഭവം എന്ന് വെച്ചാൽ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഇവിടെ ഒരാളുണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല. വീടിനടുത്തുള്ള അത്താത്തൊക്കെ ചോദിക്കും, ഞാൻ വീട്ടിലുണ്ടേനോ, അതിൻ്റെ അകത്ത് ഉണ്ടോ, അങ്ങനെ ചോദിക്കും. അതുകൊണ്ട് എന്താ സേഫ് അല്ലേ, ആരും വരൂലല്ലോ. ആരും വന്നാലും ഞാൻ അധികം വാതിൽ തുറക്കാറില്ല കേട്ടോ. കാരണം പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വാതിൽ തുറക്കാൻ പാടില്ല. കർട്ടനൊക്കെ ഒന്ന് താത്തിടാം. ഇനി നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാം. ഇവിടെ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടോ, അച്ഛൻ വരും. എൻ്റെ ദോശകല്ല് ഉണ്ടായിട്ട് ആരും പേടിക്കണ്ട. ഇതാണ് എൻ്റെ ചപ്പാത്തി. ചൂടാനുള്ള പേനും ദോശ ചൂടാനുള്ള പേനും ഒക്കെ ഒന്നാണ്. സോ ആരും പേടിക്കണ്ട. ആദ്യമൊക്കെ പാൻ കേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കും എന്തോ വലിയ സംഭവമാണ്. കാരണം നല്ല ഭംഗി ഉണ്ടാവില്ല കാണാൻ, ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് പഞ്ചസാരൻ്റെ പൊടിക്ക് ഇങ്ങനെ ആക്കി. അപ്പോൾ നല്ല രസമാണല്ലോ കാണാൻ. പിന്നെ ഞാനൊക്കെ ഉണ്ടാക്കി കഴിച്ചപ്പോഴാണ് മനസ്സിലായത് ദോശയൊക്കെ തന്നെ കുറച്ചും കൂടെ സോഫ്റ്റായിട്ടൊക്കെ ആയിരിക്കും സാധനം ഉണ്ടാവുകയെന്നുള്ളൂ. പിന്നെ ഞാൻ പാനിൽ ചുട്ടെടുത്തിട്ട് ബാക്കിയുള്ള കോഴിമുട്ട ഞാനൊന്ന് സ്ക്രംബിൾ ചെയ്തെടുത്തു. അതാവുമ്പം മുട്ട പൊരിച്ചത് നല്ല ടേസ്റ്റ് ആണല്ലോ. പിന്നെ ഡെക്കറേഷൻസും ഇവിടുന്ന് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസം മസ്ക ബൺ ഉണ്ടാക്കി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് മിക്സ് ബാക്കിയുണ്ട്. ബട്ടറും മിൽക്ക് മെയ്ഡും വാനില എസൻസും അതിൻ്റെ മിക്സ്, അപ്പോൾ അത് ബാക്കിയുണ്ട്. അപ്പോൾ പാൻ കേക്കിൻ്റെ മേലെ ഞാൻ ബട്ടർ എന്താ ഉരുകിപ്പോയി. കാരണം പാൻ കേക്ക് നല്ല ചൂടാണല്ലോ, അപ്പോൾ അത് നല്ല ഉരുകിപ്പോയി. പിന്നെ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് മറ്റേ ചെറിയ ആ സംഭവം വെച്ചു. പിന്നെ കോഴിമുട്ട പൊരിച്ചത്. ഞാനതൊക്കെ വലിയ കാര്യത്തിലാക്കിയെങ്കിലും ഞാൻ ആകെ തന്നത് ആ കോഴിമുട്ടയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കോഴിമുട്ട പൊരിച്ചത്. ഹെഡ് എന്ന് പറഞ്ഞിട്ടൊരു ചൈനീസ് ഡ്രാമ ഉണ്ട്. അത് കുറച്ച് ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ളൊരു ഡ്രാമ കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കണ്ട ചൈനീസ് ഡ്രാമ ഗോഹെഡാണ്. അതെൻ്റെ ഫ്രണ്ട് കണ്ടിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ നല്ല ഡ്രാമയാണ്, അപ്പോൾ അത് കണ്ടു നോക്കണ്ടെന്ന് പറഞ്ഞപ്പം അങ്ങനെ ഞാൻ കണ്ടതാണ്. അപ്പോൾ അത് നല്ല ഡ്രാമയായിരുന്നു. അതിനുശേഷം ഇപ്പോഴും ഞാൻ കുറേ ഡ്രാമ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ചൈനീസ് ഡ്രാമ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരുന്നൊരു ഡ്രാമയാണ് കാണിച്ചത്. ഇതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഡ്രാമ. ഇതിൻ്റെ പേര് 12 Letters എന്നാണ്. സംഭവം ഈ ഡ്രാമ കുറച്ചും ഫ്യൂച്ചർ ആൻഡ് പാസ്റ്റ് ലൈഫിൽ, അതായത് ഇവരുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും പാസ്റ്റ് ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇവർ അറിയുന്നു. കത്ത് വഴി എന്താ പറയുക, മെയിൽ ബോക്സ് ഇല്ലേ, ഒരു മെയിൽ ബോക്സ് ഇവരെ ആ ഒരു ഫ്യൂച്ചറിലും ഉണ്ടാവും, പാസ്റ്റ് ലൈഫിൽ ഇവരുടെ പാരൻസിൻ്റെ അടുത്തും ഒരു മെയിൽ ബോക്സ് ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ലെറ്റർ വരും. അങ്ങനെ നല്ല ഡ്രാമയുണ്ട്. കുറച്ച് എന്താ പറയുക, നമുക്ക് ഇനിയും കാണണം, എന്താണ് നടക്കുക ഒരു ആങ്സൈറ്റി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും, നമുക്ക് ഇനിയും കാണണം എന്നുള്ള ഒരു ത്വര ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല ഡ്രാമയായിരുന്നു. ഇതിപ്പോൾ ഞാൻ കണ്ടു കഴിഞ്ഞു. പിന്നെ ഞാൻ ഈ കൊറിയൻ അഡിക്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികളുടെ കുറച്ചതും, അതേപോലെ കെ പോപ്പ്, കൊറിയൻ കെ പോപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ,
BTSൻ്റെ ഒന്നും ഞാൻ അധികം ഇപ്പോൾ കാണാറില്ല. കേട്ടോ, സമയം 11 മണിയായി. ഇപ്പോഴാണ് ഫോണ് തന്നെയല്ലേ. നമ്മളൊക്കെ എന്താ കുറ്റം പറയല് എപ്പോഴും ഫോണ് കഴിച്ചിരിക്കല്ലേ. പോല അച്ചടക്കളിയൊക്കെ കിട്ടിയ ചാൻസ് മുതലാക്കണല്ലോ. ഇവിടെ കുറച്ചധികം ശംഖുപുഷ്പത്തിനുണ്ട് കേട്ടോ. സാധാരണ അതൊക്കെ ഇങ്ങനെ വാടി കൊഴിഞ്ഞ് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിച്ചു പറിച്ചിട്ട് ഉണക്കി വെക്കാം, അതാവുമ്പോൾ ആവശ്യമുള്ള സമയത്ത് വെള്ളം ചൂടാക്കി കുടിക്കാമല്ലോ. എനിക്കൊന്നും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ആൻറ്റി ഏജിങ്, അതുപോലെ ഷുഗർ കൺട്രോൾ ചെയ്യാനൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ട് നിൽക്കാം. ഞാനും ചേച്ചിയും കൂടെ പോയിട്ടുണ്ട് ഇനി വയനാട്. അപ്പോൾ വാങ്ങിച്ചാണ് കേട്ടോ മാഗ്നറ്റും. എനിക്ക് ഇങ്ങനെ കുറേ സ്ഥലത്ത് പോയി ഇങ്ങനെ മാഗ്നറ്റൊക്കെ ഇവിടെ കുറേ ഒട്ടിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം കേട്ടോ. ഇത് പണ്ടത്തെ ഇപ്പിൻ്റെ ഇതാണ് കേട്ടോ, കുറേ മുന്നുള്ളതാണ്. എനിക്ക് കൊറിയ, ജപ്പാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രിഡ്ജിൻ്റെ കോലൊന്നും കാണാത്തതാണ് നല്ലത്. പച്ചക്കറി തീരണ അനുസരിച്ച് ഞാൻ അങ്ങനെ വൃത്തിയാക്കി വെക്കുള്ളൂ കേട്ടോ. എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളല്ല. ഇപ്പം പച്ചക്കറിയൊക്കെ ഇന്ന് വാങ്ങിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റി തുടച്ച് വൃത്തിയാക്കും കേട്ടോ. ഇപ്പം നമുക്ക് കുക്കുംബർ, കക്കിരിക്ക ജ്യൂസ് ഉണ്ടാക്കാം. ജ്യൂസ് അല്ലെങ്കിൽ ഐസ് പോപ്സ്റ്റിക്കുകൾ പോലെ ആക്കണമെന്നാണ് ഞാൻ ആലോചിക്കണേ. സാര കുറയ്ക്കാൻ നോക്കുന്ന ആളാണ് കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ കാരണം എന്താ വെച്ചാൽ PCOD ഉള്ളതുകൊണ്ടാണ്. അപ്പം മുടി കണ്ടില്ലേ പൂച്ചവാല് പോലെയായി, നല്ല ഓം കഴിയുന്നുണ്ട്. അപ്പോൾ കഴിയുന്നത്ര ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. പക്ഷേ ചില സമയങ്ങളിൽ പഞ്ചസാര കൂടുതൽ കഴിക്കാനുള്ളൊരു ഇത് തോന്നും. അപ്പോൾ ആ സമയങ്ങളിൽ ഞാൻ കുറച്ചായിട്ട് മധുരം എന്തെങ്കിലും ഐറ്റംസൊക്കെ കഴിക്കും. അല്ലാത്ത സമയത്ത് കഴിയുന്നത്ര, ഞാൻ പുറത്തുനിന്നാണെങ്കിൽ പോലും കഴിയുന്നത്ര മധുരം ആരെങ്കിലും എന്ത് മേടിച്ച് തന്നാൽ പോലും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാനാണ് ശ്രമിക്കാം. ചോക്ലേറ്റ് ആണെങ്കിൽ പോലും എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ. ഇപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ സമയമായപ്പോഴാണ്, ചേച്ചീൻ്റെ എൻഗേജ്മെൻറ്റ് സമയമായപ്പോഴാണ് കുറേ ചോക്ലേറ്റ് കഴിച്ചത്. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ വണ്ണം വെച്ച് വരുന്നുണ്ട് വീട്ടിലിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ എന്നാലും ഒരു ഊതിക്ക് കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ. ഏലക്കായാണ് കേട്ടോ ഇടണം. ഒരു ഗ്ലാസ് വെള്ളം. ചെറുനാരങ്ങ അതും കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇല്ല, ഉള്ളത് വെച്ചിട്ടുണ്ടാക്കാം. നല്ല ഞാൻ മതി. മധുരം കുറവാ. എറുമ്പൊക്കെ പോട്ടെ. ഇത് ഉണക്കി പാക്കറ്റിലേക്ക് വിറ്റാലോ. എങ്കായിരുന്നു ആമസോണിലൊക്കെ കണ്ട് വിറ്റാൽ മതിയെന്ന്. പക്ഷെ ഇത് കുറച്ചല്ലേ ഉള്ളൂ, കുറച്ച് തോനെ വേണം ഇനിയില്ലേ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഒരു കുളിയൊക്കെ പാസ്സാക്കി വന്നതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അപ്പോൾ ചോറും ചെമ്മീൻ പൊരിച്ചതും, പിന്നെ ഞാൻ കുറച്ച് ചെറുപയർ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു, ചെറുപയറും പിന്നെ ഉണ്ടായിരുന്ന കക്കിരിക്ക അധികം ഞാൻ ഫുഡിൻ്റെ കൂടെ കഴിക്കാൻ നോക്കും. പിന്നെ കുറച്ച് പച്ചടി, കക്കിരിക്കേൻ്റെ പച്ചടി ഒരു എളുപ്പത്തിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് അച്ചാറും, ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഫുഡ് അടി. സംഭവം ഇത്ര തോനൊക്കെ എടുത്താലും ഇത് മുഴുവനൊന്നും കഴിക്കില്ല കേട്ടോ. ഞാനാകെ കഴിക്കുക കുക്കുംബറും ചെമ്മിയുമായിരിക്കും കൂടുതൽ കഴിക്കാം. എനിക്ക് ചോറ് കഴിക്കാൻ പൊതുവേ ഭയങ്കര മടിയാണ്. എനിക്ക് ഈ വൈകുന്നേരത്തെ ചായക്കനം, അതായത് രാവിലത്തെ പുട്ട് കടല അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ ഇരുന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമോ കിട്ടണ വരെ ഞാൻ ഇങ്ങനെ കിടന്ന് തപ്പിക്കൊണ്ടിരിക്കും. എറുമ്പുണ്ട്, പക്ഷെ ഒരു ദിവസം കൂടെ വെയിൽ കിട്ടേണ്ടി വരും. സുഖമില്ല, നല്ല എറുമ്പും ഉണ്ട്. അപ്പോൾ ഇത് പോകണ്ടേ. സമയം 8 മണിയാവാനേ, ഞാൻ ഇതുവരെ ഒന്നും തിന്നിട്ടില്ല. അതിലോട്ട് നല്ല വിശക്കുണ്ട്. വൈകുന്നേരം ചായക്ക് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ നല്ല വിശക്കുണ്ട്. അപ്പോൾ ബണ്ണ് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചു. ആദ്യം ഞാൻ ബണ്ണൊന്ന് നടു കട്ട് ചെയ്തിട്ട് നമ്മുടെ മസ്ക ബണ്ണിൻ്റെ ആ മിക്സിയിൽ അത് 2 സൈഡിലും ആക്കിയിട്ട് അതൊന്ന് ഞാൻ ടോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടോ. പിന്നെ കയ്യിലുണ്ടായിരുന്ന കോഴിമുട്ട അതുപോലെ സോയാബീനൊക്കെ പൊരിച്ചിട്ട് ഞാൻ അങ്ങനെ പൊരിച്ചിട്ട് ബ്രെഡിൻ്റെയും ഇതിൻ്റെയൊക്കെ നടുവിലാക്കലുണ്ട്. പിന്നെ ഞാൻ മുട്ട പൊട്ടിച്ചപ്പോൾ അതിൻ്റെ മഞ്ഞ പൊട്ടിപ്പോയി. ബുൾസൈ ഉണ്ടാക്കുമ്പോൾ മഞ്ഞ പൊട്ടി ഒരുമാതിരി സങ്കടമാണ്. പിന്നെ ഞാനത് മറിച്ചിട്ടിട്ടു. നല്ല ആ ഒരു ടെക്സ്ചറിൽ കിട്ടി കഴിഞ്ഞാൽ നല്ല രസമാണ് നമ്മുടെ ബണ്ണിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ.
ബണ്ണും മുട്ടിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഡെക്കറേഷൻ തുടങ്ങാം. ഞാൻ അതുപോലെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ കോഴിമുട്ട ഞാനൊന്ന് പൊരിച്ചെടുത്ത് പിന്നെ ബണ്ണ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത് ഇനി കെച്ചപ്പ്, ടൊമാറ്റോ സോസും സോയാ സോസും ഇതിൻ്റെ മേലെ കുറച്ച് ഒഴിക്കും. പിന്നെ കുറച്ച് തക്കാളി ഉള്ളി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി, ഞാൻ മാത്രമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ആക്കട്ടോ. വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അയ്യോ, എൻ്റെ ഹാർട്ട് ഫുഡ് വെക്കണോ? ഒന്നൊന്നര ഹാർട്ടായി പോയെന്നുള്ളൂ. എങ്ങനെയുണ്ട് എൻ്റെ ഹാർട്ട്? ഇത് ഹാർട്ടാണെന്ന് അവിടെ എഴുതി വെക്കേണ്ടി വരൂലേ? വേറെന്തോ ഒരു ഷേപ്പാണ് വന്നത്. സോയാ സോസ് ആക്കാം. കിണർ പൊഴുകുമോ? അതിപ്പോൾ ഒഴുകി തീരും തോന്നുന്നു. ഇനി നമുക്ക് കക്കിരിക്കാണ് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ ബാക്കി കക്കിരിക്ക ഞാൻ എടുത്ത് വെച്ചിന്. അപ്പോൾ കക്കിരിക്ക അങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെയൊന്നുമില്ല, ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ കൈ കിട്ടുന്നതൊക്കെ എടുത്ത് വെക്കാം. അതായത് പച്ചയ്ക്ക് തിന്നാൻ പറ്റും കേട്ടോ, അല്ലാത്തൊന്നും പറ്റൂലല്ലോ. ഇനി നമുക്ക് കുറച്ച് ഉള്ളി കണ്ടോ, ഇത്ര തിന്നായിട്ട് ആരും ഉള്ളി വരും. ഇതൊക്കെ നോക്കി എനിക്ക് ക്യാമറേൻ്റെ ലൈറ്റ് കാണാം. ഇങ്ങനെ വേണ്ടില്ലേ രണ്ടാം നോക്കാൻ കിട്ടും. ഇനി എങ്ങനെ തിന്നുന്നുള്ളത് എനിക്കറിയില്ല, എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇനി കുറച്ച് മല്ലിയില. മല്ലിയിലേൻ്റെ ടേസ്റ്റിന് സാൻഡ്വിച്ചിൽ മല്ലിയില ഇടും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഞാനിതൊരു തട്ടിക്കൂട്ടാക്കിയത് കൊണ്ടും കുറച്ചൊക്കെ ടേസ്റ്റ് ഉണ്ടോ. എനിക്ക് മല്ലിയിലേൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണ്. തക്കാളി എനിക്കിഷ്ടമല്ല. തക്കാളി പച്ചക്ക് ഇഷ്ടം കേട്ടോ. തക്കാളിക്കറി ആണെങ്കിൽ അങ്ങനെ ഇതാക്കൂല. പക്ഷേ അങ്ങനെ ഡ്രൈ ഫ്രൈ ഒക്കെ ആക്കി അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കും. പിന്നെ ഇന്ന് വൈകുന്നേരം പ്രത്യേകിച്ചൊന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇനിയിപ്പം എൻ്റെ ഈവനിങ് സ്നാക്കും രാത്രിത്തെ ഡിന്നറൊക്കെ സെയിം സാധനമാണ്. നമുക്ക് ഇതിൻ്റെ മേലെ ഇതിങ്ങനെ കമുത്തി വെച്ച് കൊടുക്കാം. കമുത്തുന്നത് മാത്രമേ ഞാൻ വീഡിയോയിൽ മറ്റേ ചില ആംഗിൾ കറക്റ്റായിട്ട് കാണിക്കാം. വർത്തനം നിത്യനർത്തനം ഹരിഹരാത്മജം പാദപാദുകം. അമ്പലത്തിലെ ഭജന കേട്ടതിൻ്റെ എഫക്റ്റാണ്, വേറൊന്നും വിചാരിക്കരുത്. മുട്ടൻ്റെ മഞ്ഞ അതേപോലെ ഒലിച്ചിങ് നന്നായി. പക്ഷെ ഞാൻ പാത്രം തപ്പി വന്നപ്പം അവിടെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് നേരെ കാണാൻ പറ്റും. അപ്പം ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സിൽ നോക്കി കഴിഞ്ഞാൽ എനിക്ക് നേരെ കാണാൻ പറ്റും. അപ്പം ബാക്ക് ക്യാമറ എടുത്തു കഴിഞ്ഞാൽ കേസ് കാണാനുണ്ടോ ഇല്ലയെന്നൊക്കെ എനിക്ക് മനസ്സിലാവും. ഇങ്ങനെയൊക്കെയാണ്. കുറച്ച് 1-2 പേരുണ്ട് എന്നെ ഡെയിലി എപ്പോഴും വിളിക്കാം. അവരെ മാത്രമേ ഞാൻ എപ്പോഴും വിളിക്കാം. എപ്പോഴും ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടേ, എപ്പോഴും ഞാൻ തന്നെ ഉണ്ടാക്കി ഫുഡ് കഴിക്കുന്നുണ്ടും എനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്ന ഫുഡ് കഴിക്കാൻ ഭയങ്കര കൂടുതൽ. ഇവിടെ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതേപോലെ തട്ടിക്കൂട്ട് എന്തെങ്കിലും
അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അതിൻ്റെ ഒരു സ്പേസ് ഒരു ടൈമോ ഒന്നും ഉണ്ടാവും. ഞാൻ കല്യാണം കഴിഞ്ഞ് മക്കളും കുട്ടികളായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ. അച്ഛൻ വന്നപ്പോഴേ വായിൽ കുത്തി കയറ്റി പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.